താനൂർ നഗരസഭാ കെട്ടിടത്തിന് സമീപത്തെ കുളം നവീകരിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. കുളത്തിന്റെ ഭിത്തികൾ ഇടിഞ്ഞു വീണു, സമീപത്തെ മരവും കടപുഴകി വീണു. തലനാരിഴയ്ക്കാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. സോണൽ കൃഷ്ണ ആ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സോണൽ, അതായത് തകർന്നു കിടന്നിരുന്ന ഒരു കുളമാണോ? ഈ നവീകരണ പ്രവർത്തനത്തിനിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മാധു, നമുക്ക് ദൃശ്യം കുളം എന്ന് പറയുന്ന കുളം അതിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തി നടക്കുന്നതിനിടയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് നിന്ന് മണ്ണ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് ആ സമീപത്തുണ്ടായിരുന്ന ഒരു മരം ഉൾപ്പെടെ കുളത്തിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ജീവനക്കാർ ആ സമയത്ത് മണ്ണിടിയും എന്നൊരു സൂചന ലഭിച്ചതിനെ തുടർന്ന് ആ പരിസരത്ത് നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്തായാലും ഈ പ്രദേശത്തെ ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അശാസ്ത്രീയമായ രീതിയിലാണ് കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ സ്ഥാപിക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരം സത്യത്തിൽ അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷമായിരിക്കണമായിരുന്നു ആ മണ്ണെടുക്കേണ്ടത്. ആ JCB ഉപയോഗിച്ചുകൊണ്ട് അവരെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ വേര് ഉൾപ്പെടെ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് താനൂർ നഗരസഭയുടെ കൃഷിഭവൻ തന്നെ അപകടാവസ്ഥയിലാവുന്ന തരത്തിലേക്ക് നിലവിലെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നഗരസഭാ കെട്ടിടവും അതിൻ്റെ തൊട്ട് തന്നെയാണ്. 5 മീറ്റർ അപ്പുറത്ത് നഗരസഭാ കെട്ടിടം ഇരിക്കുന്നുണ്ട്. അതും അപകടാവസ്ഥയിലാണ് ഇരിക്കുന്നത്. സുരക്ഷ കൃത്യമായി ഉണ്ടായിരുന്നില്ല അല്ലേ? അശാസ്ത്രീയമായ മണ്ണെടുപ്പ് അതുതന്നെയാണ് ഇതിൻ്റെ മുഖ്യ കാരണം. ഇതിപ്പോൾ ഏകദേശം ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൻ്റെ ഓരങ്ങൾ ഇടിഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെയൊക്കെ ചിലപ്പോൾ നമ്മുടെ കൃഷിഭവനും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താം. അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസ് വരെ സംശയിക്കേണ്ട സ്ഥിതിയിലാണ് ഇടിഞ്ഞു വരുമോ എന്നുള്ളത്. എന്ന രീതിയിൽ ഇനി ആവശ്യപ്പെടാനുള്ളതാണ്. ഇത് താനൂരിനെ സംബന്ധിച്ചോളം ഏറെ പഴക്കമുള്ള ഒരു കുളമാണ്. ഏകദേശം 83 സെൻറ്റോളം ഉണ്ടായിരുന്ന ഈ കുളം ഇന്ന് ഏകദേശം 12 സെൻറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. കാലക്രമേണ വരുന്ന വികസനത്തിൻ്റെ ഭാഗമായിട്ട് കുളം ചെറുതാക്കി വരുന്നതനുസരിച്ച് സുരക്ഷ ഇല്ലാത്ത കെട്ടിടങ്ങളും മറ്റു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഏത് കെട്ടിടങ്ങളും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കുളം ഇത്തരത്തിൽ ആഴത്തിൽ കുഴിക്കുമ്പോൾ ജിയോളജിൻ്റെ ഒരു പെർമിഷൻ വേണം. ഈ കരാറുകാരെടുത്ത് ഈ പെർമിഷൻ പോലും വാങ്ങിയിട്ട് ഇത്ര ആഴത്തിൽ മണ്ണെടുക്കുമ്പോൾ മണ്ണ് സേഫ്റ്റി എവിടെ കൊണ്ടുവിടുന്നു, ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് രേഖപ്പെടുത്തിയുള്ള ജിയോളജി പെർമിഷൻ പോലും മേടിച്ചിട്ടില്ല. സുരക്ഷയിൽ വളരെ അപാകത ഉണ്ട്. ഒരു പക്ഷേ ഇനി ആ കടകൂടിയൊക്കെ ഇടിയാൻ സാധ്യത ഉണ്ട് അല്ലേ? അതെ, പിന്നെ സുരക്ഷൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ. നാട്ടുകാർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്, മരത്തിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാതെ മണ്ണെടുത്തതോടുകൂടിയാണ് ഭാരത്തോടുകൂടി മരം മറിഞ്ഞു വീണത്. എന്തായാലും ജീവനക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്.